പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ഇന്ന് ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം സാൻഡ്ര തോമസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സാൻഡ്രയെ നമ്മുടെ വേദിയിലേക്ക്. സാൻഡ്ര, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ രാവിലെ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചുങ്ങളെ സ്കൂളിലേക്ക് വിട്ടതേ ഉള്ളൂ. പിന്നെ നിങ്ങളെത്തി. കുലിസൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? വിശേഷങ്ങളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അറിയാറുണ്ട്. പിള്ളേർ സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു തിരക്കിനിടയിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്പം കുറച്ച് സമയം കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു കംപ്ലൈന്റ് അവർക്കുണ്ട്. അമ്മ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ കാണുന്നത് ഒരു പോരാളിയായ അമ്മേനെയാണല്ലോ എന്നാലോചിക്കുമ്പം അവിടെ ഒരു അഭിമാനമുണ്ട്. ഭാവിയിലേക്കുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് അവർക്ക്. അതെ, പോരാളിയായ ഒരു അമ്മയെ കണ്ട് തന്നെ അവര് വളരട്ടെ. രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ആ ഒരു കരുത്ത് അവരിലും ഉണ്ടാവട്ടെ. സാൻഡ്ര, ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പൊക്കെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി വഴിമാറിയിരിക്കുകയാണ്. എന്താണ് സാൻഡ്രയുടെ ഒരു എക്സ്പെക്ടേഷൻ? പ്രഥമ ദൃഷ്ട്യ എനിക്ക് നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഈ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. അത് കോടതിയുടെ പരിഗണനയിലെത്തും എന്ന്, അത് കോടതിക്കും ബോധ്യപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി എൻ്റെ 2 കേസുകളും പരിഗണിക്കുകയാണ്. അതിൽ എനിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. സാൻഡ്ര, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വാഗ്വാദങ്ങളൊക്കെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം സുരേഷ് കുമാർ അടക്കമൊക്കെ കൈ ചൂണ്ടി സംസാരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും സാൻഡ്ര ഇപ്പോൾ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സാൻഡ്രയോട് ഇങ്ങനെ ഒരു എതിർപ്പ് തോന്നാനുള്ള കാരണം? ഒരു വിസിൽ ബ്ലോഗറായി ഈ കാര്യങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളിലേക്കും പൊതുജനങ്ങളിലേക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് കൊണ്ടായിരിക്കുമോ? അത് മാത്രമല്ല അതിൻ്റെ ഒരു കാരണം. എനിക്ക് നടന്നൊരു നീതി നിഷേധത്തിനെതിരെ, എനിക്ക് നടന്ന ഒരു അപമര്യാദയ്ക്കെതിരെ ഞാൻ പുറത്തേക്ക് വന്ന് ശബ്ദമുയർത്തിയ ഒരാളാണ്. അപ്പോൾ അത് തന്നെ അന്ന് തന്നെ അവരെന്നെ ഒരു ഒറ്റപ്പെടുത്താനുള്ള ശ്രമവും സംഘം ചേർന്ന് ആക്രമിക്കാനുള്ള ശ്രമവും ഒക്കെ നടത്തിയിരുന്നു. എന്നിട്ട് പോലും അതിനെയെല്ലാം പ്രതിരോധിച്ച് ഇവിടെ വരെ എത്താനായിട്ട് എനിക്ക് സാധിച്ചു. കൂടാതെ ഇപ്പോൾ ഈ നോമിനേഷൻ കൊടുത്ത സമയത്ത് അവരത് നിഷേധിക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ നടക്കുന്ന വൻ അഴിമതി, കോടാനുകോടികളുടെ അഴിമതി, ഇത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. വിശ്വാസമല്ല, ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരതിനെ ഭയക്കുന്നത്. അതിനെ ഭയന്നാണ് എൻ്റെ നോമിനേഷൻ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാകാതെ ഒരു വലിയ നാടകം കളിച്ചത്. ആ നാടകത്തിന് ഇന്ന് കേരള സമൂഹം മുഴുവൻ സാക്ഷികളാണ്. അവർ തന്നെയാണ് എന്നെ നാണം കെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലും അവർ നിഷ്പക്ഷതയോടെയാണ് ഇത് കാണിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകരെ മുഴുവൻ അകത്ത് കയറ്റി ഒരു സ്ക്രൂട്ടിനിക്ക് അങ്ങനെ ഒരു നാടകം അവർ കളിച്ചത്. പക്ഷേ അതിൽ ദൈവമുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് അത് അവർക്ക് തിരിച്ചടിയായി മാറിയത്. സാൻഡ്ര പറയുന്നുണ്ട് 3 സിനിമ താൻ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് സാൻഡ്ര നിർമ്മിച്ചതും സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ? അപ്പോൾ അതെല്ലാം ഇതിപ്പോൾ കോടതിയിൽ കാണിക്കേണ്ടിയും വരില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ആദ്യത്തെ സിനിമ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ ഞാനും എൻ്റെ അച്ഛനായ ശ്രീ തോമസ് ജോസഫും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് ഫ്രൈഡേ. അതിനുശേഷമാണ് അത് ഇന്നോവേറ്റീവ് ഫിലിം കോൺസെപ്റ്റ്സ് എന്ന ബാനറിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് രൂപീകരിക്കുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിൽ ചെയ്ത സിനിമകളാണ് സക്കറിയയുടെ ഗർഭിണികൾ, മങ്കിപ്പൻ, അടികപ്പ്യാരെ കൂട്ടമണി, മുദ്ദുഗൗ, ആട്, പെരിച്ചാഴി, ഇതെല്ലാം എൻ്റെ പേരിൽ സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. അതിനുശേഷം ഞാൻ കോ പ്രൊഡ്യൂസറായി മറ്റ് റൂബി ഫിലിംസ് എന്ന കമ്പനിയിൽ 2-3 സിനിമകൾ ചെയ്തു. അതിനുശേഷമാണ് ഈ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ നല്ല നിലാവുള്ള രാത്രിയും ലിറ്റിൽ ഹാർട്ട്സും ചെയ്യുന്നത്. ഇതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ബൈലോ പ്രകാരം ഒരു ഫേമിനാണ്, ഒരു കമ്പനിക്കാണ്. അതുകൊണ്ടാണ് 2011 മുതൽ 2016 വരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർ ആവുകയും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ. ആ ബാനർ ഞാൻ ശ്രീ വിജയ് ബാബുവിന് കൊടുത്തതിന് ശേഷം
എനിക്കതിൻ്റെ മെമ്പർഷിപ്പ് നഷ്ടമായി. പക്ഷേ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് 2 സിനിമകൾ ചെയ്തതിന് ശേഷം സത്യത്തിൽ ബൈലോ പ്രകാരം ഒരു സിനിമ ചെയ്താൽ ഒരു നിർമ്മാതാവിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർ ആകാമെന്നിരിക്കെ 2 സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അങ്ങനെ 2 സിനിമകൾ ചെയ്തതിന് ശേഷം അവരെനിക്ക് മെമ്പർഷിപ്പ് തന്ന് ഞാൻ അവിടെ ഒരു റെഗുലർ മെമ്പറായി. ബൈലോ പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ ക്രെഡിറ്റിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാം എന്നാണ് ബൈലോ പറയുന്നത്. അത് പ്രകാരം ഞാൻ എലിജിബിൾ ആണ്. എനിക്ക് 9 സെൻസർ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിൽ തന്നെ ഉണ്ട്. കൂടാതെ തമിഴിലെ സൂപ്പർ സ്റ്റാറായ ശ്രീ വിജയ് അഭിനയിച്ച തെറി എന്ന് പറയുന്ന സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറും ഞാനാണ്. അപ്പം ഇത്രയും സിനിമകൾ ചെയ്ത് കഴിഞ്ഞ 16 വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ ആയ എന്നെ ഞാൻ സിനിമകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ കുശുമ്പായിട്ടും അസൂയായിട്ടും മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കൊതിക്കറിവായിട്ടല്ലേ എന്നെ കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും പരസ്യമായി തന്നെ എന്നെ മത്സരിച്ച് തോൽപ്പിക്കൂ എന്ന് അവരോട് പറഞ്ഞത്. അല്ലാതെ ഇങ്ങനത്തെ കൊതിക്കറിവ് കാണിക്കല്ലേ, എന്നെ മത്സരിച്ച് തോൽപ്പിക്കൂ, അതല്ലേ വേണ്ടത്. അത് ജയിക്കാൻ പറ്റില്ല എന്നൊരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതിനുള്ളൊരു തെളിവാണ് ഇന്ന് ശശി അയ്യഞ്ചറ എന്ന് പറയുന്ന മുൻ സെക്രട്ടറി, 6 വർഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശശി അയ്യഞ്ചറ ഇന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടക്കുന്ന നീതികേടിനെ പറ്റിയും അവിടെ നടക്കുന്ന അഴിമതികളെ പറ്റിയും. അത് അസോസിയേഷനിലെ മെമ്പേഴ്സ് അത് വോട്ടായി രേഖപ്പെടുത്തും എന്ന ബോധ്യം ഈ പറയുന്ന ഗുണ്ടായിസം കാണിക്കുന്ന ആസ്ഥാന ഗുണ്ടകൾക്ക് ഗുണ്ടകളായ ശ്രീ ജി സുരേഷ് കുമാറിനും ശ്രീ സിയാദ് ഖോക്കറിനും നല്ല വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് എൻ്റെ നോമിനേഷൻ തള്ളിയത്. നമുക്ക് നല്ലൊരു വിധി തന്നെ സാൻഡ്രയ്ക്ക് അനുകൂലമായൊരു നീതി ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സാൻഡ്ര ഇന്നത്തെ ഒരു ദിവസം. ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഭാഗത്ത് നിന്നും സാൻഡ്രയ്ക്ക് നേരെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഈ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതും ആദ്യത്തെ ഒരു സംഭവമല്ല. അപ്പോൾ ഈ നിലവിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നൊരു പിന്തുണ സാൻഡ്രയ്ക്ക് ലഭിക്കുന്നുണ്ടോ? പിന്തുണ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വളരെ ശക്തമായ പിന്തുണ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പുറത്തേക്ക് വന്ന് സംസാരിക്കാൻ ഈ ഗുണ്ടകളെ ഭയന്ന് ആരും പുറത്തേക്ക് വരാനായിട്ട് എല്ലാവർക്കും ഭയമാണ്. ഇതുപോലെ ശശി അയ്യഞ്ചറയെ പോലെ ധൈര്യമുള്ള എത്ര പേരുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പം വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇതൊരു സാൻഡ്ര തോമസിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഒരു സിനിമാ മേഖലയിൽ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. അപ്പോൾ പല മേഖലകളിൽ നിന്നായിട്ട് ആളുകൾ മുന്നോട്ട് വന്ന് പ്രതികരിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് പൊതുജനങ്ങൾക്ക് കൂടുതലും അതിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളിലൊക്കെ ഒരു ബോധമൊക്കെ ഉണ്ടായി തുടങ്ങിയതും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവ് നടത്തിയതുമൊക്കെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും തടയിടലിൽ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. ഈ കോൺക്ലേവിലൊക്കെ സാൻഡ്രയ്ക്ക് പ്രതീക്ഷയുണ്ടോ? സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എന്താണ് നമ്മൾ ഈ ചാനലുകളിലൂടെയും എല്ലായിടത്തും കാണുന്നത്? അവിടെ തന്നെ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെയും ഒരു പുരുഷ മേൽക്കോയ്മയുടെയും ഒക്കെ ഒരു ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. അത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അടൂർ സാറിനെ പോലെയും ശ്രീ ജി സുരേഷ് കുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ പലതിനെയും മറന്ന് ഇതുപോലെ അവരെ എക്സ്പോസ്ഡ് ആക്കുകയാണ് ചെയ്തത്. മറ്റ് ജനങ്ങളുടെ മുന്നിലേക്ക് അവരെ തുറന്നു കാട്ടുകയാണ് ഉണ്ടായത്. അത് ഈ പറയുന്ന കോൺക്ലേവ് എങ്ങനെയാണ് ഉണ്ടായത്? സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ഫിലിം പോളിസി എന്ന് പറയുന്നത്. ഈ ഫിലിം പോളിസിക്ക് വേണ്ടിയിട്ടാണ് ഈ കോൺക്ലേവ് തന്നെ നടത്തിയത്. അതിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കവിടെ ഒരു ഇൻവൈറ്റ് കിട്ടിയില്ല, എനിക്കവിടെ സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടിയില്ല. അപ്പോൾ എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് അത് കിട്ടാത്തിടത്തോളം എങ്ങനെയാണ് അത്
നീതിപരമായ ഒരു കോൺക്ലേവ് ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എനിക്കതിന് സാധിക്കില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കതിനോട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊരു കാര്യം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെ എതിർക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിശബ്ദയായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ കോൺക്ലേവ് കൊണ്ട് ഇവിടെ ഒരു കാര്യം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് ഇന്ന് കേരളത്തിനുള്ളത് എന്നുള്ളത് ഒരു വളരെ ദുഃഖകരമായ കാര്യമാണ്. സാൻഡ്ര, ഇപ്പോൾ ഈ അല്ലാതെ വാർത്തയൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാൻഡ്ര പറഞ്ഞതായിട്ടും ഇപ്പോൾ പരാതി ഉന്നയിച്ചപ്പോൾ സൂപ്പർ താരങ്ങളടക്കം വിളിച്ച പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് സാൻഡ്ര തന്നെ പറഞ്ഞതായി പല വാർത്തകളും കണ്ടിരുന്നു. അപ്പോൾ ഈ സൂപ്പർ താരങ്ങളെയൊക്കെ നമ്മൾ സാധാരണ എല്ലാവരെയും നയിക്കുന്ന ശക്തികളായിട്ടൊക്കെയാണ് സാധാരണക്കാരൊക്കെ നോക്കിക്കാണുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത് അത്ര നല്ലൊരു മെസ്സേജ് അല്ല പൊതുസമൂഹത്തിന് നൽകുന്നതല്ലേ? അതൊക്കെ സ്വയം ആത്മപരിശോധന നടത്തേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ഇനിയുള്ള ജനറേഷന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ആത്മപരിശോധന സ്വയം നടത്തേണ്ടതാണ്. അവരെയൊന്നും തിരുത്താനോ അവരെയൊന്നും അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല എന്താണ് ശരി തെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ശരിയാണ്, ഞാനൊരു മാധ്യമത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വിഷമം അത് പുറത്തേക്ക് പറഞ്ഞു. പക്ഷെ അത് ഇനി അതിലേക്ക് കൂടുതൽ പോവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതെ. സാൻഡ്ര, ഇപ്പോൾ ഈ അമ്മയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നിർത്താം. ഇപ്പോൾ ഞാൻ പറയുന്നത് അമ്മയിൽ ഇപ്പോൾ ജഗദീഷ് അടക്കം ഒരു വനിതാ പ്രസിഡന്റ് വരണം എന്നൊരു ആവശ്യം അവിടെ ശക്തമാകുന്നു. ജഗദീഷിനൊക്കെ വലിയ പിന്തുണയായിരുന്നു അവിടെ ഈ എല്ലാ താരങ്ങളും ഒക്കെ നൽകിയത്. അദ്ദേഹം അടക്കം പത്രികയൊക്കെ പിൻവലിച്ച് ഒരു വനിതാ പ്രസിഡന്റ് വരട്ടെ, ഇനി അമ്മയെ ഒരു സ്ത്രീ നയിക്കട്ടെ എന്നൊരു രീതിയിലേക്ക് അവിടെ ചർച്ചകളൊക്കെ വഴിമാറി. പിന്നീട് അവിടെ ഇപ്പോഴും പൊട്ടിത്തെറി നടക്കുന്നുണ്ട് പല ഭാഗത്തു നിന്ന്. പൊന്നമ്മ ബാബു എന്തൊക്കെയോ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, കുക്കു പരമേശ്വരൻ വേറൊരു ആരോപണം ഉന്നയിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ, അനൂപ് ചന്ദ്രൻ വേറൊരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ അമ്മ തിരഞ്ഞെടുപ്പ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ പറയുന്ന പോലെ ഒരു വനിതാ പ്രസിഡന്റൊക്കെ വേണ്ടേ സാൻഡ്ര? അങ്ങനെ ആ ഒരു രീതിയിലേക്കും ഒക്കെ ചിന്തിച്ച് തുടങ്ങണ്ടേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ? പോകുന്നില്ല. സ്ത്രീകൾ വരുന്നത് കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളും നിങ്ങളെപ്പോലെ തന്നെ കഴിവുള്ളവരും സംഘടനാ പാഠവുമുള്ളവരും ഒക്കെ തന്നെയാണ്. നമ്മളെ കുറച്ച് കാണേണ്ട കാര്യമേ ഇല്ല. ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ടാണ് ഓരോ മനുഷ്യരും പാകപ്പെടുന്നത്. ആ എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പം അമ്മ അസോസിയേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഉർവശി ചേച്ചിയെ പോലെ ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഉർവശി ചേച്ചി ഒരു പരിധിവരെ നിൽക്കാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായി ഉർവശി ചേച്ചി പ്രതികരിച്ച് ഞാൻ കണ്ടു. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾ വേണം സംഘടന തലപ്പത്തേക്ക് വരാനായിട്ട്. അതാണ് എന്നെപ്പോലൊരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ സാൻഡ്ര, അപ്പോൾ ഇന്നത്തെ ദിവസം സാൻഡ്രയ്ക്ക് നല്ലതായി തീരട്ടെ. നല്ലൊരു വിധി, സാൻഡ്രയ്ക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലൊരു വിധി കോടതിയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഒരുപാട് സന്തോഷം നമുക്കൊപ്പം ചേർന്നതിന്. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഹലോ മലയാളത്തിൻ്റെ വേദിയിലേക്ക് സാൻഡ്രയെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.